പവിത്രം പരമ്പര പെട്ടെന്ന് അവസാനിച്ചത് പ്രേക്ഷകർക്ക് ഏറെ നിരാശയിലാഴ്ത്തി. കാരണം ക്ലൈമാക്സ് എപ്പിസോഡുകൾ പ്രേക്ഷകർ ഒരിക്കലും പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല. അതുമാത്രമല്ല, പരമ്പര ഇത്ര പെട്ടെന്ന് അവസാനിപ്പിക്കുമെന്നും കരുതിയിരുന്നുമില്ല. പെട്ടെന്നായിരുന്നു പരമ്പരയുടെ ക്ലൈമാക്സ്. ഈ കഴിഞ്ഞ ഏപ്രിലിലായിരുന്നു അവസാനിച്ചത്. ഏകദേശം 1 വർഷത്തോളമായിട്ടുള്ളൂ ഏഷ്യാനെറ്റിൽ പവിത്രം എന്ന പരമ്പര സംപ്രേഷണം ചെയ്യാൻ ആരംഭിച്ചിട്ട്. ഏപ്രിൽ 30-നാണ് പരമ്പര അവസാനിച്ചത്. എന്നാൽ പരമ്പര അവസാനിക്കുന്ന സമയത്ത് പരമ്പരയുടെ അണിയറ പ്രവർത്തകർ പവിത്രം സീസൺ 2 ഉടൻ തന്നെ വരുന്നുണ്ട് എന്നായിരുന്നു പറഞ്ഞത്. മെയ് 18-ാം തീയതി മുതൽ പരമ്പര വീണ്ടും ഏഷ്യാനെറ്റിൽ ആരംഭിക്കുന്നു എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് മെയ് 25-ാം തീയതിയിലേക്ക് പരമ്പരയുടെ സംപ്രേഷണം മാറ്റിവെച്ചു എന്നും അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അറിയിപ്പുണ്ടായിരുന്നു. അതിനുശേഷം ഏഷ്യാനെറ്റ് ചാനൽ തന്നെ പരമ്പരയുടെ ഒരുപാട് പ്രമോ വീഡിയോസ് എല്ലാം തന്നെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകരെ ആകെ നിരാശയിലാഴ്ത്തിക്കൊണ്ടാണ് മെയ് 25-ാം തീയതിയും പരമ്പര ആരംഭിക്കുന്നില്ല എന്നറിയാൻ സാധിച്ചിട്ടുള്ളത്. കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്നാൽ എന്തുകൊണ്ടാണ് പരമ്പര ആരംഭിക്കാത്തത്, ഇനി പരമ്പരയുടെ 2ാം ഭാഗം ഉടൻ ഉണ്ടാകില്ലേ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കമൻസുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. എന്നാൽ അതിനോടൊന്നും തന്നെ യാതൊരു മറുപടിയും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഏഷ്യാനെറ്റിൽ ജൂൺ 1-ാം തീയതി മുതൽ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയാണ് 9 മണിക്ക് ആരംഭിക്കാൻ പോകുന്നത്. ആ ഒരു പരമ്പര ആരംഭിക്കുന്നത് കൊണ്ടാണോ ഇനി പവിത്രം പരമ്പരയുടെ സംപ്രേഷണം മാറ്റിവെച്ചത് എന്നൊക്കെ പ്രേക്ഷകർ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴിതാ പരമ്പരയിലെ വിക്രം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന നടൻ ശ്രീകാന്ത് ശശിധരൻ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഒരു കുറിപ്പ് ആരാധകർക്ക് നടൻ ശ്രീകാന്ത് പങ്കുവച്ചിരിക്കുന്ന കുറിപ്പ് ഇങ്ങനെയാണ്: നിങ്ങളിൽ പലരും വളരെ ക്ഷമയോടെ പവിത്രം പരമ്പരയ്ക്ക് കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇനിയും പറയാനുള്ളതും തുറന്നു കാണിക്കാനുള്ളതും വളരെ കൂടുതലായിട്ടുണ്ട്. കാരണം ചില മുറിവുകൾ അത്ര എളുപ്പത്തിൽ മായുന്നവയല്ല. വിക്രം സുധാകരൻ ഇനിയും അവസാനിച്ചിട്ടില്ല. അവൻ്റെ വേദനയും നിശബ്ദതയും ഉള്ളിലെ തീയും ഇതെല്ലാം കൂടി ഇനിയും വലുതായൊരു യാത്രയിലേക്ക് കൊണ്ടുപോകും. ഓരോ ദിവസവും നിങ്ങൾ നൽകുന്ന സ്നേഹവും ആവേശവും വികാരങ്ങളും ഞങ്ങൾക്ക് എല്ലാം തന്നെയാണ്. കുറച്ചുകൂടി ക്ഷമയോടെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. ചില യാത്രകൾക്ക് കാത്തിരിപ്പിന് അർഹമായവയാണ്. ഈ യാത്ര അതിലും കൂടുതൽ ആഴമുള്ളതും ശക്തവുമായ വികാരഭരിതവുമായി മാറും. ഈ സീസൺ ഒരു തിരിച്ചുവരവ് മാത്രമല്ല, ഇത് വേദനയുടെ കഥയാണ്, സ്നേഹത്തിൻ്റെ കഥയാണ്, വികാരങ്ങളുടെ, ത്യാഗങ്ങളുടെ, അതിജീവനത്തിൻ്റെ കഥയാണ്. സീസൺ 1 മുതൽ വിക്രത്തിനും പവിത്രത്തിനും നിങ്ങൾ നൽകിയ സ്നേഹം അതുല്യമാണ്. പ്രമോ സോങ്ങിന് ലഭിച്ച പ്രതികരണം കണ്ടതിന് ശേഷം ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്നു മാത്രമാണ്: ഈ കാത്തിരിപ്പ് തീർച്ചയായും വിലപ്പെട്ടതായിരിക്കും. ഈ സീസൺ ഒരു തിരിച്ചുവരവ് മാത്രമല്ല, ഇത് വേദനയുടെയും സ്നേഹത്തിൻ്റെയും വികാരങ്ങളുടെയും ത്യാഗത്തിൻ്റെയും കഥയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ചുകൂടി ക്ഷമയോടെ കാത്തിരിക്കണം എന്നാണ് ശ്രീകാന്ത് ശശിധരൻ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇതിന് താഴെ നിരവധി പേരാണ് പ്രതികരണവുമായി രംഗത്തെത്തിയത്. കറക്റ്റ് ഡേറ്റാണ് എല്ലാവർക്കും അറിയേണ്ടത്. എന്നാണ് പരമ്പര സംപ്രേഷണം ആരംഭിക്കുക? എന്നാൽ അതിനുള്ള മറുപടി ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്.